ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ശബത്ത് സ്കൂൾ സർവീസിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാന ശുശ്രൂഷയുടെ ആരംഭമായി പാട്ടുപുസ്തകത്തിലെ 1243 പാട്ട് പാടാം. 1, 2, 4, 3. നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു, നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു, നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരനെന്നെ. ഭാരമില്ലാത്തെല്ലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. അടുത്തതായി പാട്ടുപുസ്തകത്തിലെ 136 പാട്ട് പാടാം. 1, 3, 6. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാതൊരും തുറക്കും സ്വർഗത്തിൻ കരവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കരവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യോഹന്നാൻ 15:1-5 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ വായിച്ച വചനങ്ങളെ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വരാവുന്ന എല്ലാ ആപത്തിൽ നിന്നും രക്ഷിച്ച് നമ്മളിവിടെ കൂടി വരുവാൻ സഹായിച്ച ദൈവത്തിന് ആദ്യം നമുക്ക് നന്ദി പറയാം. ശബത്ത് സ്കൂൾ സർവീസിൻ്റെ തുടർച്ചയായി പാട്ടുപുസ്തകത്തിലെ 914 പാട്ട് പാടാം. 9, 1, 4. കർത്താവിൽ സന്തോഷം അവനിൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനിൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവൻ
അവനെന്റെ സർവവുമേ, അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെന്റെ സർവവുമേ. പല നാൾ കരുതി ഞാനീകരെന്ന് അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി, ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി, ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി, നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവർ നിന്നോട് കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവർ നിന്നോട് കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. നിന്നീതനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി, ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 യേശുവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ വരാവുന്ന എല്ലാ ആപത്തും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ച് കാത്തു പരിപാലിച്ച് ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിച്ച വലിയ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ഒരു അവസരം ലഭിക്കാതെ എത്രയോ പേര് ലോകത്തു നിന്ന് മൺമറഞ്ഞു പോയപ്പോഴും പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് ഒരവസരം കൂടെ ഞങ്ങൾക്ക് അങ്ങ് നീട്ടിത്തന്ന വലിയ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ നിമിഷവും അങ്ങയുടെ നാമ മഹത്വത്തിനായി ജീവിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണമേ. കർത്താവെ, ഇന്ന് ശബത്ത് സ്കൂൾ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചെയ്യുന്ന വേലകളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവണമേ കർത്താവെ. അതിലൂടെ അങ്ങയുടെ നാമം മഹത്വീകരിക്കപ്പെടുവാനും ഞങ്ങൾ ഓരോരുത്തരും മുഖാന്തരമാകുവാൻ സഹായിക്കണമേ കർത്താവെ. വയ്യാതെ രോഗാവസ്ഥയിൽ കിടക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസം കൊടുക്കണമേ കർത്താവെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ വലയുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്ന സഹായം അങ്ങയുടെ കരങ്ങൾ നീട്ടി കൊടുക്കണമേ കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തെ അപേക്ഷ കേൾക്കണം. കരുണയുള്ള നല്ല പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ഞാൻ ഇന്നത്തെ ഈ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 20. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന 8ാമത്തെ മിഷൻ വാർത്തകളാണ്. ഈ ഇന്നത്തെ മിഷൻ വാർത്തയുടെ തലവാചകം മാവിൻ ചോട്ടിലെ ദേവാലയം എന്നാണ്. ഇത് നമ്മൾ എഴുതി അറിയിക്കുന്നത് കാർല എന്ന് പറയുന്നൊരു സഹോദരിയാണ്. ബ്രസീലിൽ നിന്നാണ് നമ്മൾ ഈ മിഷൻ വാർത്തകൾ ഇന്ന് നമ്മൾക്ക് കേൾക്കുവാനുള്ളത്. കാർലയുടെ സഭാ പാസ്റ്റർ ഒരിക്കൽ പ്രബോധനത്തിനിടയിൽ ഒരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി. അത് കാർലയെ വളരെ ആകർഷിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഗ്രാമപ്രദേശത്ത് ഒരു സഭ സ്ഥാപിക്കുവാൻ നിങ്ങളെല്ലാവരും സംഭാവന ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയാണ് നടത്തിയത്. അപ്പോൾ കാർലയ്ക്ക് ഇങ്ങനെ ചിന്ത വന്നു, പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായ കാര്യമാണ്. അത്രയും ദൂരേക്ക് ഉൾപ്രദേശത്തിലേക്കൊക്കെ പോയി അവിടെ സഭ സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞതായ കാര്യമാണ്.
ഒരു ദന്ത ഡോക്ടറായിരുന്ന കാർല എന്ന് പറയുന്ന സഹോദരി തൻ്റെ ഭർത്താവുമൊത്ത് വടക്ക് പടിഞ്ഞാറൻ ബ്രസീലിൽ നിന്നാണ് വന്നത്. അവിടെ വന്നപ്പോൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി തങ്ങളെ ഉപയോഗിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് കാർല എന്ന സഹോദരി ആ ദേശത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദേവാലയം അല്ലെങ്കിൽ ഒരു സഭ സ്ഥാപിക്കണമെന്നൊരു പാസ്റ്റർ അഭ്യർത്ഥന നടത്തിയപ്പോൾ അതിനുവേണ്ടി എന്ത് സഹായം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കാർലയും കുറച്ച് പേര് കൂടിക്കൊണ്ട് ഒരു തടി കൊണ്ടുള്ളതായ ഒരു പെട്ടി അവരുടെ സഭയിൽ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയിൽ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം കാർലയുടെ നേതൃത്വത്തിൽ ഒരു സഭ സ്ഥാപിക്കുവാൻ വേണ്ടുന്ന സ്ഥലം അന്വേഷിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. അങ്ങനെ സഭ സ്ഥാപിക്കുവാൻ വേണ്ടുന്ന സ്ഥലം അന്വേഷിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രസീലിയയിലെ അവിടുത്തെ രീതി അങ്ങനെ ആയിരിക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥലങ്ങൾക്ക് വളരെ വില കൂടുതലാണ്. അങ്ങനെ ഇരിക്കെ അവർക്ക് മറ്റൊരു സ്ഥലത്ത് ഒരു നല്ലൊരു സ്ഥലം, സഭ സ്ഥാപിക്കുവാൻ പറ്റിയൊരു സ്ഥലം കാണുവാൻ തക്കവണ്ണം ഇടയായി. അത് സഭയ്ക്ക് പറ്റിയ സ്ഥലമാണ് എന്നും ഇത് വാങ്ങാൻ സാധിച്ചാൽ നല്ലതാണ് എന്നും ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥനെ സമീപിക്കുകയും ഉടമസ്ഥൻ അതിന് ഏകദേശം 35,000 ബ്രസീലിയൻ ഡോളറാണ് ആവശ്യപ്പെട്ടത്. അതായത് ഏകദേശം $6,650 അതാണ് വില. എന്നാൽ അത്രയും തുക എടുക്കുവാൻ തക്കവണ്ണം ഇവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഉടമസ്ഥനുമായി ഇവർ സംസാരിക്കുകയും അവർ ഒരു അഭ്യർത്ഥന ഈ ഉടമസ്ഥനോട് നടത്തുകയുണ്ടായി. ആദ്യം ഒരു 5,000 ബ്രസീലിയൻ ഡോളർ നൽകാം, അതായത് $950 നൽകാം. അതിനുശേഷം ബാക്കി തുക ഗഡുക്കളായി ഞങ്ങൾ അടച്ച് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉടമസ്ഥൻ അറിയേണ്ടത് ഇവർ എത്ര ഗഡുക്കളായി എത്ര രൂപ വെച്ച് അടയ്ക്കും എന്നുള്ളതാണ്. അതായത് 5,000 എന്ന് പറയും, ബാക്കി 30,000 ബ്രസീലിയൻ ഡോളർ അവർക്ക് ഗഡുക്കളായി അടച്ചു തീർക്കണം. വലിയൊരു തുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു മാസം ഒരു 500 ബ്രസീലിയൻ റിയാൽ വെച്ച് അടയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് കാർല പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏകദേശം $95. അപ്പം കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം 5 വർഷമെടുക്കും, അതായത് 60 മാസത്തോളം എടുക്കും അവർക്ക് ഈ 30,000 ബ്രസീലിയൻ റിയാൽ അടച്ചു തീർക്കുവാൻ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചു, അതൊരു നീണ്ട കാലയളവല്ലേ, ഒരുപക്ഷെ നിങ്ങൾ ഈ തുക അടച്ചു തീരുമ്പോഴത്തേക്കും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ അവർ സംസാരിക്കുകയും ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാനാണ് ഈ സ്ഥലം ഉപയോഗിക്കുന്നതെന്ന് ആ ഉടമസ്ഥനോട് സംസാരിക്കുകയും നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരമുണ്ട് എന്നൊക്കെയും അവരോട് സംസാരിക്കുകയും അങ്ങനെ ആ ഉടമസ്ഥൻ അവസാനം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 5,000 ബ്രസീലിയൻ റിയാൽ കണ്ടെത്തുന്നതിന് വേണ്ടി അവർ കുറച്ച് സമയമെടുത്തു. അപ്പോഴേക്കും ആദ്യത്തെ ഗഡു അടയ്ക്കേണ്ടതായ സമയവും ആയി. അവരുടെ കൈവശം അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് 2,700 ബ്രസീലിയൻ റിയാൽ മാത്രമായിരുന്നു. എന്നാൽ അവർ ബാക്കിയുള്ളതായ 2,300 ബ്രസീലിയൻ റിയാലിന് വേണ്ടി എന്തു ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, കാർല അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും. പലപ്പോഴും കാർല ഈ ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ മറ്റാരും അറിയില്ല. കാർല എന്ന് പറയുന്ന സഹോദരി ഒറ്റയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെയും എന്ത് ചെയ്യുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്നും ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നും ഇവരുടെ ചിന്തയിലേക്ക് പണ്ട് സ്ഥാപിച്ചതായ പെട്ടിയെക്കുറിച്ച് ഓർമ്മ വന്നു. 2,300 റിയാൽ ആവശ്യമായതുകൊണ്ട് അവർ ആ പെട്ടി തുറന്നു. അതിലുള്ളതെടുക്കാം, ബാക്കി കണ്ടെത്തിയാൽ മതിയല്ലോ എന്നുള്ള ചിന്തയിൽ. പക്ഷേ ആ പെട്ടി തുറന്നപ്പോൾ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ളതായ 2,300 റിയാൽ ആ പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം അവർ 5,000 റിയാൽ, അതായത് ബ്രസീലിയൻ റിയാൽ സംഘടിപ്പിച്ചുകൊണ്ട്
ആ സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് കൊടുത്ത് ആ ഉടമയുമായി ഒരു കരാർ എഴുതി മാസം തോറും 500 ബ്രസീലിയൻ റിയാൽ വെച്ച്, അതായത് 95 $US കൊടുത്തുകൊണ്ട് എല്ലാ മാസവും മുടങ്ങാതെ അടയ്ക്കാം. അങ്ങനെ 1 വർഷം കഴിഞ്ഞുപോയി, 2 വർഷം കഴിഞ്ഞുപോയി, 3 വർഷം കഴിഞ്ഞുപോയി. ആദ്യത്തെ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്ഥലത്ത് അവരെന്ത് ചെയ്തു? ആരാധന ആരംഭിച്ചു. അങ്ങനെ 3-ാമത്തെ വർഷമായപ്പോൾ ഇനി എത്ര നാൾ കൂടിയുണ്ട് എന്ന് ഈ ഉടമസ്ഥനോട് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി കാർല എന്ന് പറയുന്ന സഹോദരി. പക്ഷെ അന്ന് പിന്നീട് ആ 3 വർഷത്തിന് ശേഷം പിന്നീട് ഈ കരാറ് ചെയ്ത ഉടമസ്ഥൻ്റെ ഭാര്യയായിരുന്നു ഇത് കൈകാര്യം ചെയ്തത്. അങ്ങനെ ആ സഹോദരി പറഞ്ഞു അവരുടെ കണക്കനുസരിച്ച് ഈ വർഷം സെപ്റ്റംബർ മാസം അത് അവസാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കാർല ആ സെപ്റ്റംബർ മാസം വരെ ഉള്ളതായ തങ്ങളുടെ ഗഡുക്കൾ അടച്ചു തീർത്തു. അങ്ങനെ അടച്ചു തീർത്ത് ആശ്വാസമായി എന്നുള്ളതായ രീതിയിൽ ആശ്വസിച്ചിരിക്കുകയാണ്. അവസാനത്തെ ഗഡുക്കൾ കൊടുക്കുന്നതായ ആ ഒരു ചടങ്ങ് അവിടെ സഭാ പാസ്റ്റർ എന്ത് ചെയ്തു? ഒരു വീഡിയോ എടുത്ത് വെക്കുകയും ചെയ്തു. പക്ഷേ ഇതിന് ശേഷം ഈ കാർലയുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. കാർല പിന്നീട് പോയിട്ട് താൻ അടച്ചതായ അല്ലെങ്കിൽ തങ്ങൾ അടച്ചതായ എല്ലാ റെസീറ്റുകളും എടുത്ത് എണ്ണി നോക്കുവാനിടയായി. അപ്പോൾ എണ്ണി നോക്കിയപ്പോൾ മനസ്സിലായത് ഏകദേശം 48 ഗഡുക്കൾ മാത്രമേ അടച്ചിട്ടുള്ളൂ. 60 ഗഡുക്കൾ അടയ്ക്കുന്നതിൽ 48 ഗഡുക്കൾ മാത്രമേ അടച്ചിട്ടുള്ളൂ എന്ന്. അങ്ങനെ മനസ്സിലായ ഒരു കാര്യം, ഈ ഉടമസ്ഥൻ്റെ ഭാര്യയ്ക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലായി. അങ്ങനെ ആ ഉടമസ്ഥൻ്റെ ഭാര്യയുമായി വീണ്ടും പോയി ഇവർ സംസാരിച്ചു. അങ്ങനെ ബാക്കി വരുന്ന ഗഡുക്കൾ അവർ 5, 4, 3 ഗഡുക്കളായി വളരെ വേഗം തന്നെ അടച്ചു തീർക്കുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ആ മാസം അല്ലെങ്കിൽ ആ വർഷം ഡിസംബർ മാസത്തോടു കൂടി തന്നെ അവരെന്ത് ചെയ്തു? 60 ഗഡുക്കളും അടച്ചു. ആദ്യം 5 ഗഡുക്കൾ അടച്ചു, പിന്നീട് 4 ഗഡുക്കൾ അടച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? പിന്നീട് ഒരു 3 ഗഡുക്കളും കൂടി അടച്ചു കഴിഞ്ഞപ്പോൾ 12 ഗഡുക്കൾ പൂർത്തിയായി. അങ്ങനെ 48ഉം 12ഉം 60 ഗഡുക്കൾ അടച്ചു തീർത്തു എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. അപ്പോഴേക്കും ആ സഭയിൽ ഏകദേശം 20 അംഗങ്ങളുള്ള ഒരു സഭയായി അത് മാറിക്കഴിഞ്ഞിരുന്നു. എല്ലാ ആഴ്ചകളിലും ശബദ ആരാധന ആ ദേവാലയത്തിൽ വെച്ച് നടത്തി. അങ്ങനെ ആ ദേവാലയത്തിന് അവരൊരു പേരിടണമെന്ന് ആഗ്രഹിച്ചു. ആ ദേവാലയത്തിന് അവർ ഇട്ട പേര് ഇപ്രകാരമാണ്: മാവിൻ ചോട്ടിലെ ദേവാലയം എന്ന്. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഈ ഭാഗത്തുള്ളതായ അല്ലെങ്കിൽ ഈ ദേശത്തുള്ളതായ ഈ സഭയുടെ ആദ്യത്തെ ആരാധന എന്ന് പറയുന്നത് ഒരു മാവിൻ ചുവട്ടിൽ വെച്ചാണ്. ഒരു മാവിൻ ചുവട്ടിൽ കൂടിയ ആരാധന പിന്നീട് എന്ത് ചെയ്തു? അവർക്ക് 35,000-ഓളം ബ്രസീലിയൻ ഡോളർ, അതായത് $6,650 വിലമതിപ്പുള്ളതായ ഒരു സ്ഥലം സ്വന്തമായി വാങ്ങുവാൻ, അല്ലെങ്കിൽ അത് ഗഡുക്കളായി അടച്ചെങ്കിലും സ്വന്തമാക്കുവാൻ സാധിച്ചു. അവിടെ ഒരു ദേവാലയം സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ ദൈവസഭ സ്ഥാപിക്കുവാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് അവർ ആ സഭയ്ക്ക് പേരിട്ടത് മാവിൻ ചൂട്ടിലെ ദേവാലയം എന്നായിരുന്നു. ഇപ്പോൾ ബ്രസീലിലെ ഈ ദേശത്തിൽ ഈ ആലയം ഇപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഈ ക്വാർട്ടറിലെ 13-ാം വാര കാണിക്ക ബ്രസീലിൽ തന്നെ ഏകദേശം 4 സഭകൾ അതിൻ്റെ കെട്ടിടങ്ങളൊക്കെയും പണി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സഹായിക്കും. അതുകൊണ്ട് ഈ മാസത്തെ അല്ലെങ്കിൽ ഈ ക്വാർട്ടറിലെ 13-ാം വാര കാണിക്ക നിങ്ങൾ ഉദാരമായി ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ വിശുദ്ധ ശബദിൻ്റെ ഈ പ്രഭാത സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന പാഠം 8 അദൃശ്യമായതിനെ ദർശിക്കുന്നു എന്ന വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ മനപ്പാഠവാക്യം വായിക്കാം. എബ്രായർക്ക് ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം: വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ
മിസ്രയീം വിട്ടു പോന്നു. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ ഈ ശബദിൻ്റെ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ ഈ വചന പഠനം കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നൽകി തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനായി സ്തോത്രം പിതാവേ. ഇന്നത്തെ പാഠപഠനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. സകല മാനമോത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദയതോന്നി പ്രാർത്ഥന കേൾക്കണമേ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാഠം 8 അദൃശ്യമായതിനെ ദർശിക്കുന്നു എന്നതാണ് ഈ ആഴ്ചയിൽ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പാഠം എന്ന് പറയുന്നത്. അദൃശ്യമായതിനെ ദർശിക്കുന്നു. ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ വളരെ ഒരു വ്യത്യസ്ത തരത്തിലുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ഒരു കാര്യത്തെ ദർശിക്കുന്നു, കാണുന്നു എന്നുള്ള അർത്ഥമാണ് നമുക്ക് ഈ പാഠത്തിന് തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പാഠമാണ് നമുക്ക് ഈ ആഴ്ചയിൽ പഠിക്കാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. പാഠത്തിൻ്റെ അന്തസത്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമുഖമായിട്ട് കാണാൻ സാധിക്കുന്നത്, അദൃശ്യമായ ഒന്നിനെ ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവമുണ്ട്, നമുക്കെല്ലാം ദൈവം സഹായിക്കുന്നു എന്ന് പറയുന്നെങ്കിലും നമുക്ക് ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു, പകരം ദൈവത്തെ നാം കാണുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ കണ്ണോടുകൂടി എന്ത് ചെയ്യുന്നു? കാണുന്നു, നാം പ്രത്യാശിക്കുന്നു. ഒരിക്കലും ഒരു വലിയ വളരെ പ്രശസ്തനായ ഒരു സന്യാസി അല്ലെങ്കിൽ യോഗിവര്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പലായനത്തിൽ ധാരാളം ശിഷ്യന്മാർ അദ്ദേഹത്തിനോടൊപ്പം ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം പലായനം ചെയ്ത് ഒരു ഗ്രാമത്തിലെത്തുമ്പോൾ സന്യാസി വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ട് അവിടെ ഈ സന്യാസിയെ കാണാനായിട്ട് ഒരു വ്യക്തി കടന്നു വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. അങ്ങക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കാനായിട്ട് വന്നു. അപ്പം ആ സന്യാസി പറയുകയാണ്, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അയ്യോ, ഞാൻ കേട്ടിരിക്കുന്നത് എങ്ങനെയാണ്? വളരെ അങ്ങ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നും എന്നൊക്കെയുള്ള വലിയ കാര്യമാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങ് ഇപ്പോൾ പറയുന്നു എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ അർത്ഥം, ഞാൻ ദൈവത്തെ കാണുന്നത് കൊണ്ട് എനിക്ക് ദൈവത്തിൽ എന്തില്ല? വിശ്വാസമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറയാനുള്ള കാരണം, നാം ദൈവത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വിശ്വാസത്തിനേക്കാൾ അപ്പുറത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത ആയിരിക്കേണ്ടതെന്നുള്ള ഒരു വലിയ സത്യമാണ് ആ സന്യാസി നിന്നും പഠിക്കാൻ ഇടയായി തരുന്നത്. ഞാൻ പറഞ്ഞു വന്ന എൻ്റെ കാര്യം വിശ്വാസം എന്ന് പറയുന്ന ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. പക്ഷേ ബൈബിൾ പഠിക്കുന്നതനുസരിച്ച് വിശ്വാസത്തിൽ അപ്പുറമായി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഇല്ല എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ കാണുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അദൃശ്യമായി നമ്മൾ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ നാം അനുഭവിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യം നിശ്ചയമാണ് വിശ്വാസം എന്ന് പറയുമ്പോഴും വചനം പറയുമ്പോഴും അതിൻ്റെ ഒരു പൂർണ്ണ അർത്ഥമെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുന്ന അതിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് ദൈവത്തെ എന്ത് ചെയ്യും? നമ്മൾ അനുഭവിച്ചറിയുകയാണ്. നമ്മുടെ വിശ്വാസത്തേക്കാൾ അപ്പുറമാണ് നമ്മുടെ പ്രവർത്തനമെന്ന് കാണുന്ന കൊണ്ടും സാധിക്കുന്നു. അങ്ങനെ ദൈവത്തിലുള്ള ആ വിശ്വാസത്തിൽ അങ്ങനെയുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ തക്കണം ഇടയായിത്തീരും. എന്താണ് ആ നേട്ടങ്ങൾ എന്ന് പറയുന്നത്? കർത്താവിനോടൊപ്പം മൂശയിലായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ കോർട്ടിൽ പഠിക്കുന്നത് യേശുവിനോടൊപ്പം മൂശയിൽ എന്നുള്ള ഒരു വിഷയമാണല്ലോ. അപ്പം ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നാം ഓരോരുത്തരും കർത്താവിനോടൊപ്പം മൂശയിലായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണങ്ങളൊന്നാണ് അദൃശ്യമായി ദർശിക്കുന്നു എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അനുഭവിക്കുകയും
അറിയുകയും ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും കണ്ടിട്ടോ കേട്ടിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, പകരം നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണോടുകൂടി എന്ത് ചെയ്യുന്നു, എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വരിക. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെയും നാം അനുഭവിച്ചറിയുക. നാം എന്താണ്, കണ്ണാലെ കാണുക, പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മളെന്താണ്, എല്ലാം അവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹൃദയത്തിൽ വരുന്നു കാണാൻ കൊണ്ട് സാധിക്കുന്നു. ഇവിടെ നമുക്ക് ഞായറാഴ്ചയിലെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പിതാവിൻ്റെ ധാരാളമായ ഔദാര്യം എന്നുള്ള വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഞായറാഴ്ച ഭാഗം നമ്മുടെ പിതാവിൻ്റെ ധാരാളമായ ഔദാര്യം നമുക്ക് മുന്നോട്ട് പഠിക്കാം. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശകൾ കടന്നു വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ നാം വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം നമ്മളിലേക്ക് സംജാതമാകുമ്പോൾ നമുക്ക് നിരാശയും വിഷമവും ദേഷ്യവും ചോദ്യങ്ങളൊക്കെയും ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും, കടന്നു വരുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പം നമ്മൾ പറയും, വാസ്തവമായി ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ, വാസ്തവമായി ദൈവം എന്നെ കരുതുന്നില്ലേ, വാസ്തവമായി ദൈവം എന്നെ കാണുന്നില്ലേ എന്നൊരു ചോദ്യം ഒരുപക്ഷെ നമ്മൾ ദൈവത്തോട് ചോദിക്കാം. തന്നെയല്ല, അവൻ്റെ നന്മയിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തുന്നു എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ നമുക്ക് നഷ്ടപ്പെടുന്നവരായിട്ട് മാറുവാൻ തക്കവണ്ണം വളരെയധികം സാധ്യതയുണ്ട് എന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. ആ സാഹചര്യത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്ന രണ്ട് കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത്, നാം കരുതുന്ന നല്ലതെന്ന് കാണുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, അത് നടക്കാതെ പോകുന്നു. അപ്പം നമ്മൾ നല്ലതെന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ്, നടക്കാതെ പോകുന്നു. പകരം നമ്മൾ ചിന്തിക്കുന്ന അല്ലാതെ വേറെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കും, ദൈവമില്ലേ, ദൈവം നമ്മോട് നന്മ ചെയ്യുന്നില്ലേ, ദൈവം നമ്മോട് തിന്മ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഓരോരുത്തരും നല്ലതാണ്, ഇതാണ് എൻ്റെ ശരി, അതാണ് ഞാൻ ചെയ്യുന്ന ശരിയെന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷേ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് വരും, നമുക്ക് ദൈവത്തോടുള്ള അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാനായിട്ട് കാരണമായി തീരുന്നു. രണ്ടാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. ആ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമമെന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് മറ്റൊരു ആഗ്രഹം ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വളരെ ദൈവത്തോട് സംശയവും അവിശ്വാസവും നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും, കടന്നു വരും. ഒപ്പം തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, സുഗമമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, വളരെ അധികം അവിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യും, കടന്നു വരും. പക്ഷേ എന്ത് തന്നെ കടന്നു വന്നാലും നാം എന്താണോ ആഗ്രഹിക്കേണ്ടിയിരുന്നത്, ഒരുപക്ഷെ ചിലർ പറയും, ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് കിട്ടിയത് എന്താണ്, ഞാൻ എന്താണോ വെറുത്തിരുന്നത് അതേ സ്വഭാവമുള്ള ഒരു വ്യക്തി എനിക്ക് എന്ത് ചെയ്തു, ഭർത്താവായിട്ട് ലഭിച്ചു. അതുതന്നെ ചില പുരുഷന്മാർ പറയും, ഞാൻ എന്താണോ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ എന്താണോ ചിന്തിച്ചിരുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു ഭാര്യയാണല്ലോ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്ത് ലഭിച്ചത് എന്നൊരു പക്ഷെ പറയും. ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി ഇതായിരുന്നു, പക്ഷേ ആ ജോലി എനിക്ക് ലഭിക്കാതെ ഞാൻ വേറൊരു ജോലി ചെയ്യാനായിട്ട് ഇടവന്നു എന്ന് പറയും. അതോ ജീവിതത്തിൻ്റെ പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പല കാര്യങ്ങൾ വിചാരിക്കും, പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ആയിത്തീരുവാനായിട്ട് സാധിക്കാതെ വരും. ആ സ്ഥലങ്ങളിലൊക്കെയും ദൈവത്തോടുള്ള അവിശ്വാസവും പ്രത്യാശ നഷ്ടപ്പെട്ടവരായിട്ട് മാറാനുള്ള സാധ്യത വളരെയാണെന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വളരെ ശക്തമായൊരു ദൂത് നമുക്ക് വചനത്തിന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. റോമാലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പദ്ധതിയും ദൈവത്തിൻ്റെ എല്ലാ കരുതലും നമുക്കവിടെ കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹപ്രകാരമുള്ള ഒരു ജീവിതത്തെ നാം സ്വപ്നം കാണുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഒരു ഹിതം നമ്മൾ നിറവേറുവാൻ തക്കവണ്ണം നമ്മൾ
പ്രാർത്ഥനയോടെ ആയിരിക്കേണ്ടതാണ് ഏറ്റവും അത്യന്താപേക്ഷിതം. എന്ന് പറഞ്ഞാൽ നാം എന്താണോ ആയിത്തീരേണ്ടത് അതിന് പകരം ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറുവാണ്ടൊക്കെയാണ് നമ്മൾ വളരെയധികം ആഗ്രഹിക്കണം. ഒപ്പം തന്നെ ഒരു മോശമായ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ദൈവത്തിൻ്റെ ഹിതമാണെന്നും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതിൽ സന്തോഷം കണ്ടെത്തുക. ഒരുപക്ഷെ നമുക്ക് മോശമായ അനുഭവത്തിൽ കടന്നു പോകാം. പക്ഷേ ആ മോശമായ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ പിന്നീട് നമുക്ക് ഒരു വലിയ ഒരു നന്മ നമ്മൾ കടന്നു വരും. അങ്ങനെ നമുക്ക് അദൃശ്യമായതിനെ ദർശിക്കുവാൻ നോക്കണം സാധിക്കും. എന്ന് പറഞ്ഞാൽ നാം കാണാത്ത കാര്യത്തിലൂടെ നമ്മൾ കടന്നുപോയി അതിൻ്റെ എല്ലാ അനുഭവവേദ്യമായിട്ടുള്ള സകല കാര്യത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ തക്കണം ഇടയായി തീരുമെന്ന് കാണാൻ തക്കണം സാധിക്കുന്നു. ഒപ്പം തന്നെ പലരും ചിന്തിക്കും, ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് തരുവാൻ തക്കവണ്ണം ദൈവം അല്ലെങ്കിൽ ഒരു ക്രൂരനായിട്ടുള്ള വ്യക്തിയാണോ, ഒരു നീചനായിട്ടുള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ ഒരു പിശുക്കനാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് സകലവും തരാൻ കഴിയാത്ത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് നല്ലൊരു ഭാര്യയെ തരാത്ത ദൈവം എന്താണ്, എനിക്ക് നല്ലൊരു മക്കളെ തരാത്ത ദൈവം എന്താണ്. പക്ഷേ എനിക്കിങ്ങനെ ഞാൻ ചിന്തിച്ചാൽ എനിക്ക് തരാതിരിക്കാൻ ദൈവം എന്താ ഒരു നീചനായിട്ടുള്ള വ്യക്തിയാണോ എന്ന് ഒരുപക്ഷെ ചിന്തിക്കും. പ്രിയ മക്കളെ, അവിടെയാണ് നാം മനസ്സിലാക്കുന്നത്, ദൈവം ഒരിക്കലും നീചനോ പിശുക്കനോ ആയിരുന്നിട്ടല്ല. പകരം എന്ത് ചെയ്യുന്നു, ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പം സകലവും നമുക്ക് ദൈവം നൽകി തന്നവനാണ്. തൻ്റെ പുത്രനെ കൂടെ ദൈവം നമുക്ക് നൽകി തന്നാണ്. റോമലേഖനം 8:32 നമുക്ക് വായിക്കാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം നമുക്ക് ധാരാളം കാര്യങ്ങൾ തരുവാൻ തക്കോണം ദൈവത്തിന് അറിയാം. ഒപ്പം തന്നെ ദൈവത്തിന് ചെയ്തു തരാൻ തക്കോണം സാധിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ശരിയായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് സത്യം. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന ദൈവമാണ് സ്വർഗത്തിലുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാ സ്വഭാവങ്ങളും തരുവാൻ തക്കോണം ദൈവത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ദൈവത്തിന് കഴിവുണ്ട്. ദൈവം അങ്ങനെ ഒരു നീചനായിട്ടുള്ള വ്യക്തിയല്ല. പകരം നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നിരിക്കുന്ന ആ ഒരു ജീവിതമാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായി നമുക്ക് ജീവിക്കാൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ ജീവൻ നമുക്ക് തന്നാൽ ഒരിക്കലും നമുക്ക് എന്തെങ്കിലും സന്തോഷം അതിലിരട്ടിയായിട്ട് മാറുവാൻ ഇടയായി തീരും. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, വാസ്തവത്തിൽ നമ്മുടെ ജീവിതം ഏറ്റവും സുന്ദരമായ ഒരു ജീവൻ തന്നെയാണ്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് നാം ഒരിക്കലും ഭാരപ്പെടരുത്. നമ്മൾ ഓർത്തിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെ സാധിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ ഒരിക്കലും ഭാരപ്പെടരുത്. പകരം എന്താണ്, ദൈവത്തോട് സന്തോഷത്തോടെ ആ അദൃശ്യമായി ദർശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഇവിടെ നമ്മൾ ഈ പഠിച്ചതുപോലെ നമ്മുടെ പിതാവായ ദൈവം എന്താണ്, ധാരാളം ഔദാര്യമുള്ളവനാണെന്നാണ് നമ്മൾ ഈ ഭാഗത്തിൽ പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന ദൈവം ധാരാളം ഔദാര്യമുള്ളവനാണെന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. തിങ്കളാഴ്ച ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. യേശുവിൻ നാമത്തിൽ എന്നുള്ള ഭാഗം നമുക്ക് ചിന്തിക്കാം. ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്ത സമയത്ത് ധാരാളം അനുയായികൾ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അതിൽ യേശു 12 പേരെ പ്രത്യേകമായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ അവരെ കർത്താവ് തിരഞ്ഞെടുത്തു. ആ ശിഷ്യന്മാരുടെ പ്രയാസങ്ങളും യേശു കടന്നു പോകാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ നേരിടും. ഇതൊക്കെയും കണ്ടുകൊണ്ട് താൻ ഇനി സ്വർഗ്ഗാരോഹണം ചെയ്ത് പോവുകയാണെന്നുള്ള എല്ലാ ബോധ്യം കർത്താവിന് അറിയാം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു, തൻ്റെ ശിഷ്യന്മാർക്ക് അവരോട് ഒരു വാഗ്ദത്തം നൽകിയെന്നറിയാമോ? നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ എന്ത് ചെയ്യും, ചെയ്തു തരും എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് പറഞ്ഞ ഒരു പുതിയൊരു പ്രയോഗം, അല്ലെങ്കിൽ ആ പഴയ നിയമത്തിലുള്ള എല്ലാവിധമായിട്ടുള്ള യഹൂദ പാരമ്പര്യത്തെ മാറ്റിക്കൊണ്ട് ഒരു വിപ്ലവകരമായൊരു മാറ്റം കർത്താവ് കൊണ്ടുവരുന്നു. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യും, ചെയ്തു തരും എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അപ്പം അവിടെ മുതൽ എന്ത് ചെയ്തു, യേശുവിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു രീതി നമുക്ക് ബൈബിളിൽ കാണാൻ തക്കണം സാധിക്കുന്നു. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ യേശുവിൻ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യും, നമ്മൾ അവസാനിപ്പിക്കുന്ന കാണാൻ തക്കണം സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ആ യേശുവിൻ്റെ ആ നാമം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ ഒരു വലിയ ഒരു
നാമത്തിൽ നമ്മൾ പല കാലം അപേക്ഷിക്കണം, ആ അപേക്ഷിക്കുന്ന നമുക്ക് നെയ്യും ചെയ്തു തരും എന്ന് പറയുന്നു. എന്ന് കരുതി നമ്മുടെ ജീവിതത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞാൽ അതെല്ലാം ചെയ്തു തരും എന്നാണോ എൻ്റെ അർത്ഥം? ഒരുപക്ഷെ നമുക്കൊരു ഉദാഹരണം ഇവിടെ കാണുന്നത്, കർത്താവ് യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിലായിരുന്നു. യേശു പ്രാർത്ഥിച്ചു, പിതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥിച്ചപ്പോഴും സംഗതികളൊന്നും അവിടെ എന്ത് ചെയ്തില്ല, ഒരു മാറ്റവും അവിടെ സംഭവിച്ചില്ല. ഒരുപക്ഷെ നമ്മളൊരുപക്ഷെ ചിന്തിക്കും, ആ പ്രാർത്ഥന കഴിയുമ്പോൾ, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാം, പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ നാടകീയമായി വലിയൊരു സംഭവം അവിടെ നടക്കണമെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? കാര്യങ്ങളെ വിചാരിക്കുന്ന അപ്പുറമായിട്ട് വഷളായി തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഓർക്കും, പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു വലിയ അത്ഭുതം അവിടെ നടക്കണം എന്നൊന്നും നമുക്കെന്ത് ചെയ്യാം, അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അതാണ് നമ്മൾ നിറവേറേണ്ടത്. യേശു പ്രാർത്ഥിച്ചു, ഒരുപക്ഷെ ആ പ്രാർത്ഥിച്ചതിൻ്റെ കഴിഞ്ഞ് ഉടൻ തന്നെ എന്ത് ചെയ്യും, സ്വർഗത്തിൽ ദൂതന്മാർ ഇറങ്ങി വന്ന് ആ റോമക്കാരെല്ലാം നശിപ്പിച്ച് കളയുന്ന ഒരു വലിയൊരു നാടകീയ സംഭവം നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ ചിന്തിക്കാം. പക്ഷേ അങ്ങനൊന്നും സംഭവിക്കാതെ യേശുവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു എന്ത് ചെയ്തു, യേശു കടന്നു വരുന്നു, യേശുവിനെ പിടിച്ചുകൊണ്ട് അവർ വിചാരണയ്ക്കായിട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ നമ്മൾ എന്തെങ്കിലും വിഷയത്തിനായി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, യേശുവിന് നാമം പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് എന്തെങ്കിലും ഒരു വലിയൊരു അത്ഭുതം നടക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അത് സംഭവിക്കും എന്നിരുന്നാലും അത് നിശ്ചയമായി സംഭവിക്കും. എന്നിരുന്നാലും അങ്ങനെ ഒരു നാടകീയമായ സംഭവം നടന്നില്ലെങ്കിൽ പോലും നമ്മളൊന്നും കൊണ്ടും ഭാരപ്പെടേണ്ടതില്ല. കാരണം എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ അപേക്ഷിക്കുന്നു, പക്ഷേ എങ്കിൽ പോലും നമുക്ക് കാര്യങ്ങളെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. പകരം ദൈവം നമ്മളെ എല്ലാ കാര്യത്തിലും അറിയുന്നു, നമ്മളെന്ത് ചെയ്യുന്നു, ദൈവം നമ്മെ സഹായിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ചൊവ്വാഴ്ച ഭാഗത്തിലേക്ക് വരുന്നത്. ചൊവ്വാഴ്ച ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ഉയർപ്പിൻ്റെ ശക്തി എന്ന വിഷയമാണ് നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. യേശുവിൻ്റെ ജീവിതം, മരണം, ഉയർപ്പ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ എന്ന വിഷയം വളരെ ഗൗരവമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. യേശുവിൻ്റെ ജീവിതം, മരണം, ഉയർപ്പ് എന്നുള്ള വിഷയം നമ്മുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണത്തിലൊരു വിശ്വാസ പ്രമാണം തന്നെയാണ് യേശുവിൻ്റെ ജീവിതം, മരണം, ഉയർപ്പ് എന്ന് പറയുന്നത്. അതിൽ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി എന്നതാണ് ഇവിടെ ചിന്തിക്കാനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചിന്തിച്ച് വെച്ച വിഷയം, യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്താണ് മറുപടിയാണ് കർത്താവ് നൽകുന്നത്, യേശുവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്. പ്രിയമക്കളെ, നാടകീയമായ ചില സംഭവങ്ങൾ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമുക്കെന്താണ് പ്രിയമക്കൾ ഓർക്കേണ്ടത്, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ ലോകത്തിലെ എല്ലാവിധമായ ജീവിതങ്ങളും എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഈ ലോകത്ത് അവസാനിക്കേണ്ടവരല്ല നാം ഓരോരുത്തരും എന്ന് നമ്മളെ വിളിച്ച് ഓതുന്ന അല്ലെങ്കിൽ വിളിച്ച് കാണിക്കുന്ന ഏറ്റവും വലിയ പ്രത്യക്ഷമായ വലിയൊരു കാര്യമാണ് കർത്താവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് യേശുവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. കർത്താവിൽ പ്രിയതേ മക്കളെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹപ്രകാരവും നമ്മുടെ ഇഷ്ടപ്രകാരവും ഒന്നും ജീവിതമായില്ലെങ്കിൽ പോലും നിരാശപ്പെടേണ്ട യാതൊരു വിധമായിട്ടുള്ള ആവശ്യകതയും ഇല്ല. കാരണം യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സത്യം നാം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അദൃശ്യമായത് കാണുന്ന ഒരു വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നുള്ള വലിയ ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. അതിനുള്ള ഒരു പ്രത്യാശയ്ക്ക് നൽകുന്ന വാക്യം എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും, അവൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും
ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വെളിപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സ്വർഗത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18, 19, 20, 21, 22, 23 വാക്യങ്ങളാണ് ഇവിടെ വായിക്കപ്പെട്ടത്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരവും നമ്മൾ ആഗ്രഹിച്ച പ്രകാരവും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വന്നില്ലെങ്കിലും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം കൊണ്ട് നിരാശപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒന്ന്, കർത്താവിൻ്റെ നിർണയപ്രകാരമാണ് സകലവും സംഭവിക്കുന്നത്. രണ്ടാമതായി, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുന്നു. പക്ഷേ നാടകീയമായിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഭാരപ്പെടേണ്ട. യേശുവിൻ്റെ ഉയർപ്പ് നമ്മളെന്ത് ചെയ്യും? സഹായിക്കും. കാരണം നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ക്ഷണികമായ ഒരു ജീവിതത്തിൽ, ക്ഷണഭങ്കുരമായ ജീവിത സാഹചര്യത്തിൽ നാം ചെറിയ ഒരു ആയുസ് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ഉയർപ്പ് നമ്മയും ഉയർപ്പിക്കും എന്നുള്ള വലിയ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ബുധനാഴ്ച ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ദുഃഖമെല്ലാം ചുമക്കാൻ എന്നുള്ള ഭാഗമാണ് ഇവിടെ നാം പഠിക്കുന്നത്. ഇവിടെ വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്യം 1 പത്രോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ഭാഗത്ത് പറയുന്നത് നമ്മുടെ ദുഃഖമെല്ലാം ചുമക്കുവാൻ. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അനേക ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അതിനൊക്കെയും കാരണം നമ്മൾക്കെന്താണ്? നമ്മുടെ ആഗ്രഹപ്രകാരമുള്ള ജീവിതമാണ്. നമ്മൾ അതിൻ്റെ പ്രതീക്ഷിക്കുന്നു, പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ലഭിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് പലപ്പോഴും നിരാശയും ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ അങ്ങനെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യും? കർത്താവിന് മുകളിലേക്ക് അല്ലെങ്കിൽ കർത്താവിന് നമ്മുടെ വിഷമങ്ങളെ പങ്കുവെക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്നാണ് ഇവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ എന്നാണ്, യേശുവിൻ്റെ അടുത്തേക്ക് ഇട്ടുകൊള്ളുക. അപ്പോൾ നമ്മൾ ഓർക്കണം, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേക പ്രയാസഘട്ടങ്ങളെ ദൈവത്തിന് വേണ്ടി നാം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കർത്താവ് നമുക്ക് ആശ്വസിപ്പിച്ച് നമുക്ക് നൽകി തരും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആശ്വാസം തരുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരു വിചിന്തനത്തിന് ഒരു സമയം നമുക്ക് ലഭിക്കും. പ്രിയ മക്കളെ, യേശുവിൻ്റെ വചനത്തെ നമ്മൾ എന്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതായത് ഒരു പുനർവിചിന്തനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒരു വിചിന്തനം ചെയ്യുവാണ്ടൊക്കണം ആ ഒരു ആശ്വാസമായിട്ട് കർത്താവ് മാറും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടു. ഇവിടെ നാം കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ യേശുവിലേക്ക് നമ്മുടെ ദുഃഖങ്ങളെ പകരുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഒരു പുനർവിചിന്തനത്തിന് ഇടയാക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ ആശ്വാസം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അതിനെ യഥാർത്ഥമായി മനസ്സിലാക്കുകയാണ് അതിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത്. പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, പലർക്കും അതിൻ്റെ ആശ്വാസം കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്തില്ല, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യത്തിൻ്റെ ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റി അവരുടെ ജീവിതത്തിൽ അത് വരുന്നില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയതിനെ അതിനെ വേർതിരിച്ച് അറിയാൻ തക്കണം കഴിയാത്തതാണ് അതിന് ആശ്വാസം ലഭിക്കാനുള്ള ആശ്വാസം കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ആ ജോലി നഷ്ടപ്പെട്ടതെന്ന് തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സമാധാനമാവും. പക്ഷേ എന്തുകൊണ്ടാണ് ജോലി ലഭിക്കുന്നില്ല എന്നുള്ളൊരു അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോയതെന്ന് ഓർത്ത് നമ്മളെന്താണ് അതിനെക്കുറിച്ച് പ്രയാസപ്പെടുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പക്ഷേ ആ കമ്പനി നമ്മൾ വ്യക്തമാക്കി തരികയാണ്, നിങ്ങൾ ജോലി പോയതിൻ്റെ കാരണം ഇന്നതാണ് എന്ന് പറഞ്ഞു തന്നാൽ വാസ്തവത്തിൽ നമുക്കെന്താണ് എല്ലാ പ്രയാസങ്ങളും മാറി എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തെ ഒരു വിചിന്തനത്തിന് ഇടവരുത്തുകയാണ് അതിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ സകല ചിന്ത എൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ പറഞ്ഞാൽ വചനത്തിലൂടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കും. നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നമുക്ക്
ലഭിക്കാൻ തൊക്കെ ഇടയെത്തീരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കർത്താവിന് നമുക്ക് ആശ്വാസം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ വചനത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ആശ്വാസം നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയാത്തീരും. വ്യാഴാഴ്ച ഭാഗത്തിലും കടന്നു പോകാം. ദൈവത്തെ കാണാത്തപ്പോൾ പോലും വിശ്വസ്തമായിരിക്കുന്നു എന്നുള്ള ഭാഗം നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അവർ ബാബിലോൺ ആയിരുന്ന സമയത്ത് അവിടെ ദൈവം ഞങ്ങളെ കൈവിട്ടുപോകുമോ എന്നുള്ള ചിന്ത അവരെന്ത് ചെയ്യുന്നു, അവരെ മദ്ധിക്കുന്നതായിട്ട് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. ദൈവം ഞങ്ങളെ കൈവിട്ടുപോകും. പ്രതിമക്കൾ ആ 70 വർഷക്കാലത്തെ അനുഭവത്തിലും അവരുടെ ജീവിത സാഹചര്യത്തിലും ദൈവം ഞങ്ങളെ കൈവിട്ടുപോകുമോ എന്നുള്ള ഒരു ചിന്ത അവരെന്ത് ചെയ്യുന്നു, വ്യാപരിക്കുന്നു. പക്ഷേ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ അതിന് പ്രത്യാശ നിർഭരമായൊരു വാക്യം നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. യെശയ്യാവ് 40:11 ഇപ്രകാരം കാണുന്നു: ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തെങ്കിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഈ വായിച്ച വാക്യം ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവത്തിൽ ദൈവം ആരാണെന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വാക്യമാണ് ഇത്. കാരണം 70 വർഷക്കാലം അവരുടെ അടിമ ജീവിതത്തിൽ ദൈവം അവരുടെ കൂടെ ഇരുന്നെന്നും അവരെ വഴി നടത്തിയെന്നും അവരെ എടുത്തുകൊണ്ട് യാത്ര ചെയ്ത ഒരു നല്ല ഇടയൻ്റെ അനുഭവമാണ് ദൈവം അവരോട് പകർന്നു കൊടുക്കുന്ന വലിയ പാഠമെന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നിശ്ചയമായിട്ടും ദൈവം നമ്മളെ എന്ത് ചെയ്യും, താങ്ങുന്നവനാണ് എന്ന് കാണാൻ സാധിക്കുന്നു. ദൈവം 70 വർഷക്കാലമുള്ള അവരുടെ നിരാശാജനകമായ ജീവിതത്തിലും എന്ത് ചെയ്യുന്നു, ദൈവം അവർക്ക് തുണയായിരുന്നു എന്ന് യെശയ്യാ പ്രവചനം പറയുന്നു. മക്കളെ, നമ്മളൊരു വിഷമത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ദൈവം എന്നെ അറിയുന്നില്ല, ദൈവം എന്നെ കാണുന്നില്ല, മറ്റാരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചിന്തയായാൽ പോലും മക്കളെ, ദൈവം നമ്മളെല്ലാവരും അറിയുന്നവനാണ്, നമ്മുടെ വിഷമം അറിയുന്നവനാണ്. ആ സമയത്ത് ദൈവം മാത്രമായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരൻ എന്ന് നമുക്ക് കാണാൻ തക്കോണം സാധിക്കുന്നു. മക്കളെ, എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോഴും അങ്ങനെ നമുക്ക് ഒരു നിരാശയുടെ അനുഭവം നമുക്കവിടെ കാണാൻ തക്കോണം സാധിക്കുന്നു. പക്ഷെ ദൈവം എന്ന് പറയുന്ന പദം പോലും എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഒരുപക്ഷെ അവർ ഒരു നിരാശാജനകമായ ഒരു ജീവിതത്തിൽ നയിക്കപ്പെട്ട ഒരു സമയമായിരുന്നു അത്. എങ്കിലും ആ സമയത്ത് ദൈവം അവരെ കരുതുകയും ദൈവം അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്ന സാധിക്കുന്നത്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ വിഷമസന്ധിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കാൻ മറക്കട്ടെ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടെ വിശകലനം ചെയ്ത് പഠിക്കുക. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കാൻ മറക്കട്ടെ. ദൈവം അദൃശ്യമായി ദർശിക്കുന്നു എന്നുള്ള ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്ത് ചിന്തിച്ചത്. അതിലൂടെ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു, ബലപ്പെടുത്തുന്നു. അപ്പോൾ ക്രിസ്തുവിനോടൊപ്പം മൂശയിലായിരിക്കുന്ന ഓരോരുത്തരും അദൃശ്യമായ ദൈവത്തെ കാണുവാനും അനുഭവിക്കുവാനും അങ്ങനെ വിശ്വാസം ജീവിപ്പാൻ നോക്കണം. ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാഠത്തിന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിൻ്റെ അവസാനമായി പാഠ്യപുസ്തകത്തിലെ 909 പാട്ടുപാടാം. 909. നിനക്കായി കരുതും അവൻ നല്ലയോഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ലയോഹരി, വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ലയോഹരി, വാഗ്ദത്തം
ആക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ലയോധരി. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ലയോഹരി. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം പിതാവേ. ഞങ്ങളിന്ന് പഠിച്ച പാഠം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സംസാരിച്ച അടിയനെയും കേൾവിക്കാരായ ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഈ പാഠത്തിന് പ്രകാരം ഞങ്ങൾ ജീവിപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. സകലവിധമായ നന്മ കർത്താവ് നിറയ്ക്കണം. മാനമോഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവുമായി നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. ദൈവത്തിൻ്റെ കൃപ കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.